വീക്കെൻഡ് ആകുമ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള മീൽ പ്രെപ്പ് നമ്മളെല്ലാവരും ചെയ്ത് വെക്കാറുണ്ടല്ലേ. സൺഡേസിൽ ഞാൻ ഒരു വെജിറ്റബിൾ മീൽ പ്രെപ്പ് സാധാരണ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആണിത്. ആദ്യം ഞാൻ എടുത്തത് ബുഷ് ബീൻസ് ആണ്. ഇതൊരു 1 ഇഞ്ച് ലോങ് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ബോക്സിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് മെയിൻലി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ പെറ്റ് റാംബോ ഇല്ലേ, അവന് ബോയിൽ ചെയ്ത് കൊടുക്കാനാണ്. അതല്ലെങ്കിൽ വീക്ക് ഡേയ്സിൽ നൂഡിൽസോ ഫ്രൈഡ് റൈസോ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിനും ഞാൻ യൂസ് ചെയ്യും. അടുത്തതായിട്ട് എടുത്തത് വള്ളിപ്പയറാണേ. ഇത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അത് കാരണം ഞാൻ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു സെക്ഷൻ തോരനും മറ്റേ സെക്ഷൻ മെഴുക്കുവരട്ടിയും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് അരിയാനുള്ള എളുപ്പം കാരണം ഞാൻ മിക്കവാറും മേടിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ്. ഇങ്ങനെ തോരന് വേണ്ടി കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള വേറെയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇങ്ങനെയുള്ള ആ ഐറ്റംസ് ഞാൻ ആ ബോക്സിനകത്താക്കി വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. കഴിയുന്നത് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്താൽ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ വർക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. ഈ കുഞ്ഞു കുഞ്ഞു ഇൻഗ്രീഡിയൻസ് തപ്പിപ്പോകുന്ന ആ സമയം നമുക്ക് ഒരുപാട് ലാഭിക്കാം അവിടെ. അങ്ങനെ തോരനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് ബോക്സിനകത്തേക്ക് മാറ്റി. അത് കഴിഞ്ഞ് ഞാൻ എടുത്തത് അടുത്ത സെക്ഷൻ എടുത്തിട്ട് ഇതൊരു 1 ഇഞ്ച് ലോങ് പീസസ് ആയിട്ട് മുറിച്ച് മെഴുക്കുവരട്ടിക്ക് വേണ്ടി മാറ്റി വെച്ചു. ഇത് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ ആയതുകൊണ്ട് അധികം സമയം എടുക്കത്തേയില്ല. എന്നിട്ട് പക്ഷേ എങ്കിലും തലേ ദിവസം ചെയ്ത് വയ്ക്കുന്നതാണ് എപ്പോഴും ടൈം ഇഫക്റ്റീവ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിലും സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് വെച്ചിട്ടുണ്ട് എളുപ്പത്തിനായിട്ട്. എത്ര സ്പീഡിൽ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാലും നേരത്തെ ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ അത് രാവിലെ ഒരു ടൈം സേവർ തന്നെയാണല്ലേ. എൻ്റെ ഫേവറേറ്റ് വെജിറ്റബിൾ എന്താണെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കണ്ണുടച്ച് ഞാൻ പറയുന്ന ഉത്തരവായിരിക്കും പാവയ്ക്ക. അതുകൊണ്ട് മീൽ പ്രെപ്പിൽ ഞാൻ പാവയ്ക്കയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആഴ്ചയിൽ 2-3 പ്രാവശ്യം പാവയ്ക്കയുടെ ഏതെങ്കിലുമൊക്കെ ഉള്ളൊരു ഐറ്റം ഞാൻ ഉണ്ടാക്കി ലഞ്ചിന് കൊണ്ടുപോകാറുണ്ട്. ഇവിടെ ഒരു പാവയ്ക്ക എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വീണ്ടും കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഇതുപോലെ മുറിച്ച് വെക്കുന്നുണ്ട്. ഇതൊരു മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടാണ്. പച്ചമുളക് ചേർക്കാതെ മസാലപ്പൊടികൾ മാത്രം ചേർത്തിട്ട് ഒരു കുഴഞ്ഞ രൂപത്തിൽ കിട്ടുന്നൊരു മെഴുക്കുവരട്ടിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെ അതിനാവശ്യമായ സവാളയും കറിവേപ്പിലയും കൂടെ വെച്ചു. അടുത്തത് പാവയ്ക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു പാവയ്ക്ക എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സും ബാക്കി പോർഷൻസും എല്ലാം ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് മാറ്റി വയ്ക്കും. അപ്പോൾ ഉള്ളിലൊരു ഹോളോ പോലെ ആവും. എന്നിട്ട് അതിനെ സർക്കുലർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റും. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും തിളച്ച് പെരട്ടിയെടുത്തിട്ട് പാവയ്ക്കയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളി പാവയ്ക്ക ഫ്രൈ റെഡിയാണേ. ബാക്കിയുള്ള പാവയ്ക്ക എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു 1 ഇഞ്ച് ലോങ് പീസസ് ആയിട്ട് മുറിച്ച് മാറ്റി വെച്ചു. ഇതും ഒരു മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടാണ്. മസാലപ്പൊടികളൊന്നും ഇടാതെ പച്ചമുളക് ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. ഇതിൽ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്യും ഉണ്ടാക്കുന്ന സമയത്ത്. ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. ഇതും അടിപൊളി ഒരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അടുത്തതായിട്ട് എടുത്തത് ക്യാബേജാണ്. ക്യാബേജ് കുറച്ച് അധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം ഒരേപോലെ തന്നെ കട്ട് ചെയ്തതിന് ശേഷം 2 ബോക്സസിനകത്താക്കി മാറ്റി വെച്ചു. ഇത് ഡ്യൂറിങ് ദ വീക്ക് ഞാൻ മെഴുക്കുവരട്ടിക്കോ അല്ലെങ്കിൽ തോരനോ എന്തെങ്കിലും ഒരു ഐറ്റം ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കും. അതും അല്ലെങ്കിൽ ചിലപ്പോൾ നൂഡിൽസോ ഫ്രൈഡ് റൈസോ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് അതിന് യൂസ്ഫുൾ ആയിട്ട് വരും. ഇനി അടുത്തത് വെജിറ്റബിൾസിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഐറ്റം ക്യാരറ്റ്. ഇത് ഞാൻ പല സൈസിലും ഷേപ്പിലും ആക്കി ബോക്സിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇപ്രാവശ്യം ഇതുപോലെ ലോങ് പീസസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇത് മെയിൻലി ഞാൻ യൂസ് ചെയ്യുന്നത് റാംബോയ്ക്ക് ബോയിൽ ചെയ്ത് കൊടുക്കാനാണ്. മാത്രമല്ല നൂഡിൽസോ ഫ്രൈഡ് റൈസോ ഉണ്ടാക്കുകയാണെങ്കിൽ ക്യാരറ്റ് വളരെ അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതും എനിക്ക് നല്ല ഹാൻഡി ആയിട്ട് വരാറുണ്ട്. ഒരു വർക്ക് വീക്ക് തുടങ്ങുമ്പോൾ, അതായത് മൺഡേ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറും ആണെങ്കിൽ ഒരു പ്രത്യേകതരം ഐശ്വര്യം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മാവ് ആട്ടുന്ന ആഴ്ചകളിൽ സാമ്പാറിനുള്ള മീൽ പ്രെപ്പും കൂടെ ഞാൻ ചെയ്ത് വയ്ക്കാറുണ്ട്. ടൊമാറ്റോ ഒഴികെയുള്ള ബാക്കി എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് ഇതുപോലെ ബോക്സിനകത്താക്കി വെക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ സാമ്പാർ ഉണ്ടാക്കുന്നതിലേക്കുള്ള ദൂരം ഒരുപാട് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നും. ഇത്ര ആയപ്പോഴേക്കും എൻ്റെ മീൽ പ്രെപ്പ് എല്ലാം ഏകദേശം റെഡിയായി. പല ഐറ്റംസും ഞാൻ ലഞ്ചിനും ബാക്കി പലത് ഡിന്നറിനും യൂസ് ചെയ്യും. തീർന്നില്ല കേട്ടോ. ഇനി ഒരു മേജർ സ്റ്റെപ്പുണ്ട്. എന്താണെന്നല്ലേ, ഈ ബോക്സസ് എല്ലാം നിരത്തി വെച്ച് ഞാനൊന്ന് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും നേരം നിന്ന് ചെയ്ത ആ എഫേർട്ടിൻ്റെ ക്ഷീണം ഒരു നിമിഷം കൊണ്ട് പമ്പ കിടക്കും. മാത്രമല്ല എന്തെന്നില്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനും എനിക്ക് ഫീൽ ചെയ്യും. വരുന്ന ആ ആഴ്ച നല്ല എനർജറ്റിക് ആയിട്ട് തുടങ്ങാനും അതേ എനർജിയും മൊമെൻറ്റവും ആ വീക്ക് മൊത്തം കണ്ടിന്യൂ ചെയ്യാനും എന്നെ ഈ മീൽ പ്രെപ്പ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.